ഇനി അടുത്ത ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്ററാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡേ ടു ഡേ എക്സ്പെൻസ് നമ്മൾ ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് ദ ഓർഗനൈസേഷൻ നടത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ക്യാപിറ്റലാണ്. ഡേ ടു ഡേ പർപ്പസിനുള്ള സ്മൂത്ത് ചെയ്യാൻ, ഡേ ടു ഡേ വർക്കിംഗ് സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ഇപ്പോൾ ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ ഓൺ സാലറീസ്, വേജസ്, റെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ ഡേ ടു ഡേ ചെറിയ ചെറിയ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ഇതിന് വേറെ പറയുന്ന കുറേ പേരുകളുണ്ട്. സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ, റിവോൾവിംഗ് ക്യാപിറ്റൽ, ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ, ലിക്വിഡ് ക്യാപിറ്റൽ, ഓൾസോ നോൺ ആസ് ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ. അങ്ങനെ കുറേ പേരുകളിൽ എന്താ അറിയപ്പെടും, വർക്കിംഗ് ക്യാപിറ്റൽ അറിയപ്പെടും. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കൺസേൺഡ് വിത്ത് മാനേജ്മെൻറ്റ് ഓഫ് ഫേംസ് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഒരു മാനേജ്മെൻറ്റ് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നേച്ചർ എന്താണെന്നാണ് പറയുന്നത്. നേച്ചർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ. ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്, ഫിക്സഡ് ക്യാപിറ്റലും ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണിത്. റിക്വയർഡ് ഫോർ ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമായതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് ആയിട്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവുക. അതായത് ഇപ്പോൾ ബിൽസ് റിസീവബിൾ, കറണ്ട് അസറ്റ്സ് എന്താണെന്ന് അറിയാലോ പറഞ്ഞതിൻ്റെ. ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഈച്ച് ഓഫ് കറണ്ട് അസറ്റ്സ് വാരിഫാം. അതായത് ഇന്നുള്ള കറണ്ട് അസറ്റ്സ് ആവില്ല നാളെ ഉണ്ടാവുക, ഡേ ടു ഡേ അതിൻ്റെ ലെവല് മാറിക്കൊണ്ടിരിക്കുന്നു. ലിക്വിഡിറ്റി പൊസിഷൻ തീരുമാനിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആർ ഫിനാൻസ്ഡ് ത്രൂ ഷോർട്ട് ടേം സോഴ്സിൽ നിന്നാണ്. നമ്മൾ ലോങ് ടേം സോഴ്സ് ഫിക്സഡ് ക്യാപിറ്റലിനാണ് ലോങ് ടേം സോഴ്സസ്. വർക്കിംഗ് ക്യാപിറ്റലിന് ഷോർട്ട് ടേം സോഴ്സസ് ആണ് നമ്മൾ കണ്ടെത്തുക. ടു മേജർ കൺസെപ്റ്റ്സ് വർക്കിംഗ് ക്യാപിറ്റലിനെ സംബന്ധിച്ച് ഗ്രോസ് കൺസെപ്റ്റും ഉണ്ട്, നെറ്റ് കൺസെപ്റ്റ്. ഇത്രയാണ് നമ്മൾ ഫീച്ചേഴ്സായിട്ട് പറയണത്, അല്ലെങ്കിൽ നാച്ചുറായിട്ട് പറയണത്. ഇനി കമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എന്ന് പറഞ്ഞു. അതിൽ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ബിൽസ് റിസീവബിൾ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഡെറ്റേഴ്സ് ആൻഡ് ഡെറ്റേഴ്സ്, അഡ്വാൻസ് പേയ്മെൻ്റ് ഒക്കെയാണ് കറണ്ട് അസറ്റ്സ്. കറണ്ട് ലയബിലിറ്റി ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, അങ്ങനെയുള്ളതാണ് കറണ്ട് ലയബിലിറ്റീസ്. പിന്നെ കൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് രണ്ട് തരത്തിലുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഗ്രോസ് കൺസെപ്റ്റും ഉണ്ട്, നെറ്റ് കൺസെപ്റ്റും ഉണ്ട്.